ഒരു മുഖ്യമന്ത്രി ആകാൻ വേണ്ടി, ഒരാളെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഈ PR ടീമുകളും അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് ഏജൻസികളോ ആരെങ്കിലും ആയിട്ട് ചേർന്ന് എന്താണ് പടം നയിച്ചവൻ നയിക്കട്ടെ, അങ്ങനെ ക്യാപ്ഷനൊക്കെ ഇട്ട് അങ്ങനെ ഹൈപ്പിൽ വന്ന ഒരാളാണ് ശ്രീ VD സതീശൻ. ശരിക്കും ഇപ്പോഴും നമ്മൾ നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണ കോൺഗ്രസ്സുകാരനോടോ അല്ലെങ്കിൽ പബ്ലിക്കിനോടോ ചോദിച്ചാൽ, അല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ പോലും ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടും ആകേണ്ടയാൾ. ഇനി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷം പവർ കട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഇല്ലായിരുന്നു എന്നുള്ളിടത്ത് ജനങ്ങൾ UDF സർക്കാർ വന്നപ്പോഴേക്കും ദേ പവർ കട്ട്, ഇത് അവരുടെ കൂടപ്പുറപ്പാണ്, ഒരുമിച്ച് ജനിച്ചവരാണെന്നുള്ള രീതിയിലാണ് ആളുകൾ വിലയിരുത്തുന്നത്. അതുപോലെ KC വേണുഗോപാൽ, അല്ല ഒരുപക്ഷെ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല നിങ്ങളിത് പങ്കെടുക്കുകയോ അങ്ങനെയൊക്കെയാണല്ലോ ഇത് ചെയ്യേണ്ടത്. പക്ഷേ അതിലൊക്കെ ഉണ്ടായ ഇടപെടലുകൾ നമ്മൾ കേട്ടാൽ, അതിൻ്റെ രഹസ്യങ്ങളൊക്കെ കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. അതിനകത്ത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ, വേറെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ മുതലാളി ഇടപെട്ടെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ള കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. നമസ്കാരം. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ കേരളത്തിൽ അധികാരം ഏറ്റെടുത്തിട്ട് ഇപ്പോൾ 2.5 മാസം തികയുന്നു. അതെ, ഈ 2.5 മാസത്തിനിടയിൽ ആരോപണങ്ങളൊന്നുമില്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടന്ന പിടിവലികളും സംഭവങ്ങളൊക്കെ നമുക്കറിയാം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ ദിവസങ്ങളിലും വാർത്തകളിൽ പ്രധാന തലക്കെട്ടുകളിലൊന്ന് സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ KSU, അതിനുശേഷം യൂത്ത് കോൺഗ്രസ്, ഈ ഗവൺമെൻറ് പ്രിയഡർ നിയമനം, ഇതെല്ലാം പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ അവസാനം മഹിളാ കോൺഗ്രസ് ആയിട്ടുള്ള പ്രശ്നത്തിലാണ് എത്തി നിൽക്കുന്നത്. എങ്ങനെയാന്ന് സാർ, ഇപ്പം 2020 മാത്രമല്ല, ഒരു കോൺഗ്രസ് പശ്ചാത്തലവും അനുഭവവും കൂടിയുള്ള ഒരാൾ കൂടിയാണ്. എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു 2.5 മാസത്തെ UDF ഭരണം? എൻ്റെയൊക്കെ ഓർമ്മയിൽ ഇത്ര ഹൈപ്പോടുകൂടി കേരളത്തിലൊരു മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നിട്ടില്ല. എന്നുവെച്ചാൽ അത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റ് നമുക്ക് പറയാം. ശരിക്കും എന്താ പറയുക, നമ്മൾ സാധാരണ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ ക്യാപ്ഷനൊക്കെ ഉണ്ടാക്കും. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു മുഖ്യമന്ത്രി ആകാൻ വേണ്ടി, ഒരാളെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി ഈ PR ടീമുകളും അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് ഏജൻസികളോ ആരെങ്കിലും ആയിട്ട് ചേർന്ന് എന്താണ് പടം നയിച്ചവൻ നയിക്കട്ടെ, അങ്ങനെ ക്യാപ്ഷനൊക്കെ ഇട്ട് അങ്ങനെ ഹൈപ്പിൽ വന്ന ഒരാളാണ് ശ്രീ VD സതീശൻ. സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഒരു രീതി കൊണ്ടാണ്, കോൺഗ്രസ്സിലെ ഈ പറഞ്ഞ ഒരു സീനിയോറിറ്റിക്കോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ, അദ്ദേഹം നയിച്ച സമരങ്ങളോ മുന്നേറ്റങ്ങളോ ഏറ്റുവാങ്ങിയ പീഡനങ്ങളോ ഒന്നും അത് അവിടെ കഴിഞ്ഞു. അന്നെന്തെങ്കിലും കിട്ടിയാൽ കിട്ടി. ഇതാണ് കോൺഗ്രസ്സിലെ ഒരു കൾച്ചർ. ശരിക്കും ഇപ്പോഴും നമ്മൾ നാട്ടിൻപുറത്തുള്ള ഒരു സാധാരണ കോൺഗ്രസ്സുകാരനോടോ അല്ലെങ്കിൽ പബ്ലിക്കിനോടോ ചോദിച്ചാൽ, അല്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ പോലും ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ടും ആകേണ്ടയാൾ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സീനിയോറിറ്റി, അദ്ദേഹത്തിൻ്റെ KSU മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഓൾ ഇന്ത്യ ലെവലിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് പേര് വലിയ വലിയ സ്ഥാനങ്ങളിൽ വന്നു. അദ്ദേഹം ഇന്ന് BJP പോകും, നാളെ BJP പോകുന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ പോലും അദ്ദേഹം പാർട്ടി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷേ അതിനൊക്കെ മേൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ VD സതീശൻ, ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം VD സതീശൻ സാർ എന്നൊക്കെ പറയേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അങ്ങനെ വരാനുണ്ടായ സാഹചര്യം ഈ സോഷ്യൽ മീഡിയ ഹൈപ്പുകളും അദ്ദേഹത്തിന് വേണ്ടി ഇവർക്ക് 3 പേർക്കും വേണ്ടി ജനങ്ങൾ അങ്ങനെ കളത്തിലിറങ്ങിയിരുന്നല്ലോ. എന്തായാലും വലിയ ആവേശത്തോടു കൂടി വന്ന മുഖ്യമന്ത്രി, വലിയ പ്രതീക്ഷയാണ് കേരളീയ സമൂഹം അദ്ദേഹത്തിന് മേൽ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വായനാശീലം, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകൾ, പുതിയ എന്തൊക്കെയോ പദ്ധതികൾ വരും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം അതൊക്കെ പ്രായോഗികമായി കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥയിൽ പ്രായോഗികമായി അതൊക്കെ എത്രത്തോളം നടപ്പിൽ വരുത്തും എന്നൊന്നും വന്നിട്ടേ പറയാൻ പറ്റൂ. ഇപ്പോഴും എന്താണ് നമ്മുടെ വരുമാനം? ഈ മദ്യവും ലോട്ടറിയും ഇതൊക്കെ വെച്ചിട്ടില്ലേ, ഇതല്ലേ നമുക്കുള്ള വരുമാനമുള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇപ്പം മുഖ്യമന്ത്രി കുട്ടിഘോഷിക്കുന്ന ഈ വലിയ ബൃഹത്തായ പദ്ധതികളൊക്കെ എത്തിച്ചേരുവാൻ. അതിനിടയിൽ കോൺഗ്രസ്സിലെ തനത് കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പക്ഷം ഇപ്പുറത്ത് എന്താണ് KC വേണുഗോപാൽ പക്ഷമെന്നോ അല്ലെങ്കിൽ പാവം രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോൾ പ്രത്യേക പക്ഷങ്ങളൊന്നുമില്ല, അദ്ദേഹത്തിന് ആളില്ല എന്നൊക്കെ പറഞ്ഞ് KSU യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണങ്ങൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പം അദ്ദേഹം മറ്റേ പുതുയുഗ യാത്ര നടത്തിയപ്പം മുഖ്യമന്ത്രി ആയതിനു ശേഷം പറഞ്ഞിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ
പൂർത്തിയായാൽ കേരളം വലിയ നിലയിലേക്ക് പോകും. അതൊക്കെ അത് കഴിയട്ടെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും, അദ്ദേഹം പണ്ട് ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പത്രസമ്മേളനം വിളിച്ചപ്പോൾ നമ്മുടെ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു പാർട്ടിക്കാരൻ്റെ വികാരമാണല്ലോ, അദ്ദേഹത്തെ തള്ളി മാറ്റിയ ഒരു മുഹൂർത്തമുണ്ട്. ഒരു വിഷ്വൽസ് ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ലൈബ്രറികളിൽ കാണാം. അപ്പോൾ അതാണൊരു രീതി. ഇപ്പോഴും KS പ്രസിഡന്റിനെ കണ്ടാൻ വേണ്ടത്തില്ല, അദ്ദേഹം മറ്റ് ആൾക്കൂട്ടങ്ങളിൽ പലരെയും അങ്ങനെ അവഗണിക്കുന്നു. അതല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു പ്രായോഗികമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടാവണം. അദ്ദേഹത്തിന് കേരളീയ സമൂഹം എന്തെങ്കിലും കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അധികാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാക്കണം. അത് എല്ലാവരെയും ചേർത്ത് നിർത്തണം. ഇങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ കൊതിക്കറിവുകൾ കാണിക്കരുത്. ആരെങ്കിലും ഒരു മിമിക്രി കലാകാരൻ ഒന്നറിയാതെ VD സതീശൻ്റെ ഒന്ന് വിളിച്ചു പോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിളികളെല്ലാം കൂടെ സോഷ്യൽ മീഡിയ കയറി അദ്ദേഹത്തെ, അങ്ങനെയാണെങ്കിൽ പിന്നെ പിണറായി വിജയനുമായിട്ട് വ്യത്യാസമല്ലോ നമുക്ക് പറയേണ്ടി വരുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി വരുന്നതിൽ അദ്ദേഹം എടുക്കേണ്ട ഒരു എഫേർട്ടുണ്ട്. അതിൽ ജനങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. കുറച്ച് സമയം കൊടുക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്നില്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വന്ന വരവിൻ്റെ ഒരു ആവേശമുണ്ടല്ലോ, അതുപോലെ തന്നെ അദ്ദേഹം പുറമോട്ട് പോകേണ്ടി വരും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം വല്ലാതെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. സാർ ഇപ്പം പറഞ്ഞ പോലെ ആ മിമിക്രി കലാകാരൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, സാർ എന്ന് വിളിച്ചില്ല എന്ന് പറഞ്ഞ് ഒരുപക്ഷെ മുഖ്യമന്ത്രി VD സതീശൻ അതിൽ ഇടപെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ഫാൻ ഗ്രൂപ്പാണ് ഈ സൈബർ ഇടത്തിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. ഒരുപക്ഷെ ഈ സർക്കാരിനെ തന്നെ ഇങ്ങനെ അപഹാസ്യമാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങൾക്കും തുടക്കമിടുന്നത് ഈ ഒരു സൈബർ പോരാളികളല്ലേ? ശരിക്കും കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാര്യം എടുത്താലും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ശ്രീ VD സതീശനെതിരെ ഈ സൈബർ പോരാളികൾ വേറൊരു വിഷയത്തിൽ വല്ലാണ്ട് അദ്ദേഹത്തെ ശല്യപ്പെടുത്തിയിരുന്നു, കിളികളെല്ലാം കൂടി. ശരിക്കും ഇതൊരു വലിയ കീടങ്ങളാണ്. അതുപോലെ ബാനർ വെക്കുന്നത് ഒരു രീതിയാണ്. അതെ. ഒരു ഈ കീടങ്ങളെല്ലാം കൂടെ കൂടിയിട്ട് ആദ്യം നമുക്ക് സപ്പോർട്ട് ചെയ്യും, പിന്നെ ഇവരുടെ പിന്തുണ കൂടി ഇവരറിയാതെ തന്നെ പല വിഷയങ്ങളിലും അവർ കയറി പിടിക്കും. ഇപ്പോൾ എന്താണ് മഹേഷ് കുഞ്ഞുമോൻ, അദ്ദേഹത്തിൻ്റെ അതിൽ അങ്ങനെ കയറി ഞാനേണ്ട ഒരു ആവശ്യവും ഉള്ള കാര്യമല്ല. പക്ഷേ നമുക്ക് ഒരു കാലത്ത് നമ്മളെ അങ്ങനെ പിന്തുണച്ച് നമുക്ക് വലിയ ഹൈപ്പ് കൊടുത്ത് അപ്പോൾ നമുക്ക് സന്തോഷമായിരിക്കും. പിന്നീട് ആവശ്യമുള്ളതിനും ഇല്ലാത്തതും ഒരുപക്ഷെ മുഖ്യമന്ത്രി അറിയാതെ പോലും ഉള്ള വിഷയങ്ങൾ കയറി വഷളായി പോകും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം എന്താണ് സാറിന് വിളിച്ചില്ല അല്ലേ, അതല്ലേ സതീശൻ സാറിന് വിളിച്ചില്ല, ആവശ്യത്തിന് ബഹുമാനം കൊടുത്തില്ല എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഈ കിളികൾ അത് ചെയ്യുന്നതായിരിക്കും. അത് നിയന്ത്രിക്കണം. കാരണം പല പ്രശ്നങ്ങളും തുടങ്ങിയിടുന്നത് ഇത്തരം ആരാധകരാണ്. അത് അദ്ദേഹം നിയന്ത്രിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ്, അല്ലെങ്കിൽ ഈ സർക്കാർ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളിലൊന്നാണ് കേരളത്തിലെ പവർ കട്ട് എന്നുള്ളത്. അപ്പം അതിന് നിലവിൽ പ്രത്യേകിച്ച് ഒരു പരിഹാരവും ഇല്ല എന്നാണ് വൈദ്യുതി മന്ത്രി പറഞ്ഞത്. അദ്ദേഹം KPCCയുടെ പ്രസിഡന്റ് കൂടെയാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അങ്ങനെ പോകുമ്പം ഇനി എത്ര നാൾ, ഇപ്പോൾ അടുത്ത മാസം ഓണം വരുന്നു, ഓണം ഇരുട്ടിലാവാനുള്ള സാധ്യതയുണ്ടാവും. വൈദ്യുതി പ്രശ്നം ഇപ്പം പൊതുവേ പത്രക്കാർ നമ്മുടെ വൈദ്യുതി മന്ത്രിയോട് ചോദിച്ചപ്പം അദ്ദേഹം മാനത്ത് മഴമേഘം കൊള്ളുമ്പം മയിൽ നൃത്തം ചെയ്യുന്ന ചില കഥകൾ, അദ്ദേഹം അങ്ങനെ വലിയ സരസമായി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ വൈദ്യുതി മന്ത്രി ആയപ്പോഴത്തേക്ക് പത്രക്കാരോട് അദ്ദേഹം ഷാർപ്പായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് പത്രക്കാരെ അടിച്ചിരുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അത്രയും ഷാർപ്പ്നെസ് കാണുന്നില്ല. പകരം ഇങ്ങനെ കവിതയും കഥകെട്ടൊക്കെയാണ് നിൽക്കുന്നത്. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഇനിയിപ്പം നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു സ്കീം, ഒരു എഗ്രിമെൻറ്റ് കഴിഞ്ഞ ഗവൺമെൻറ് അത് തുടരാൻ അങ്ങനെയൊക്കെ കുറച്ച് ന്യായങ്ങൾ പറയുന്നുണ്ട്. ഇനി എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷം പവർ കട്ട് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഇല്ലായിരുന്നു എന്നുള്ളിടത്ത് ജനങ്ങൾ UDF സർക്കാർ വന്നപ്പോഴേക്കും പവർ കട്ട് ഇത് അവരുടെ കൂടപ്പുറപ്പാണ്, ഒരുമിച്ച് ജനിച്ചവരാണെന്നുള്ള രീതിയിലാണ് ആളുകൾ വിലയിരുത്തുന്നത്. അത്തരം കാര്യങ്ങൾ വേണ്ടവണ്ണം കൃത്യസമയത്ത് ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ ഒരു ഇച്ഛാശക്തി, ഒരു ഭരണാധികാരിയുടെ അല്ലെങ്കിൽ കൂട്ടുത്തരവാദിത്വമുള്ള ഒരു മന്ത്രിസഭയുടെ. അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ 2ാം LDF സർക്കാരിൻ്റെ കാലത്ത് ഈ പാർട്ടിയും ഭരണവും തങ്ങളിലൊരു ഏകോപനം ഇല്ലാതിരുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ. എന്നതുപോലെ KPCCയും പാർട്ടിയും ഈ ഭരണവും തങ്ങളിലുള്ള ഒരു ഏകോപനം, ഒരു കൂട്ടുത്തരവാദിത്വം, UDF സംവിധാനം. അപ്പം UDF കൺവീനർ അദ്ദേഹം ശാരീരികമായിട്ട് എന്തോ
സുഖമില്ലാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒന്നും ഒരു ഇടപെടലും ഒരു വർത്തമാനവും എവിടെയും കേൾക്കുന്നില്ല. പുതിയ KPCC പ്രസിഡന്റ് വരുന്നില്ല. അപ്പോൾ ഒരു നിയന്ത്രണം അതിനി ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പുതിയ KPCC പ്രസിഡന്റ് വന്നത് പാർട്ടിയായിട്ടൊക്കെ എത്രത്തോളം ഇത് ഒരുമിച്ച് ഒരേ മനസ്സോടെ ജനത്തിന് കൊടുത്ത വാക്കുകൾ പ്രാവർത്തികമാക്കാൻ എത്രത്തോളം അവർ ഒരുമിച്ച് നിൽക്കും എന്നുള്ളിടത്താണ് ഈ UDF സർക്കാരിൻ്റെ ഭാവി. ഈ UDF തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഒരു UDF മുന്നണി യോഗം ഇതുവരെ ചേർന്നിട്ടില്ല എന്ന് തോന്നുന്നു. അതെ അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ 2.5 മാസം. അതെ അതിപ്പം ഞാൻ നേരത്തെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആഭ്യന്തരമന്ത്രി, ഈ 2ാം സ്ഥാനത്ത് പോലും ഇല്ല അദ്ദേഹം. 2ാം സ്ഥാനത്ത് ഘടകകക്ഷി നേതാവാണ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി. അപ്പോൾ അദ്ദേഹമായിട്ട് അപ്പോൾ 2ാം സ്ഥാനത്ത് അദ്ദേഹത്തെ വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ UDF ഒന്നും കൂടിയില്ലെങ്കിലും മുഖ്യമന്ത്രി അദ്ദേഹവുമായിട്ട് കൂടി ചേർന്ന് കാര്യങ്ങളൊക്കെ ആലോചിച്ചങ്ങനെ നടപ്പിലാക്കുകയായിരിക്കും. ഇതൊക്കെയാണ് ഒരു സിസ്റ്റം. അപ്പം UDF കൂടുന്നില്ല. അതുകൊണ്ടാണല്ലോ KSUവും യൂത്ത് കോൺഗ്രസും മാള കോൺഗ്രസും ഒക്കെ ഇങ്ങനെ പലയിടത്തും മാറി നിന്ന് അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നത്. ഇതൊക്കെ ഈ 10 വർഷത്തിന് ശേഷം പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ജനങ്ങൾ, നിഷ്പക്ഷരായ വോട്ടർമാർ, അവർക്കൊക്കെ ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ സങ്കടം ഉണ്ടാവും. പ്രശ്നങ്ങളൊന്നുമില്ല, ഒക്കെ ഒതുക്കി തീർത്തു ഇവർ പറയുമ്പോഴും സത്യത്തിൽ ഉള്ളിൽ പുകയുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം. തീർച്ചയായിട്ടും അത് ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അത് ശ്രീ അതിൻ്റെ ഒരു ഇതെടുത്താൽ നമ്മൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവർ 3 പേരാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ അങ്ങനെ അവസാനം തർക്കം വന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ടേണെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. VD സതീശൻ ചെറുപ്പമാണല്ലോ, അങ്ങനെ നോക്കുമ്പോൾ ചെറുപ്പമാണ് അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ടല്ലോ. അതുപോലെ KC വേണുഗോപാൽ, അല്ല ഒരുപക്ഷെ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തല തങ്ങളിൽ ഇത് പങ്കെടുക്കുകയോ അങ്ങനെയൊക്കെയാണല്ലോ ഇത് ചെയ്യേണ്ടത്. പക്ഷേ അതിലൊക്കെ ഉണ്ടായ ഇടപെടലുകൾ നമ്മൾ കേട്ടാൽ, അതിൻ്റെ രഹസ്യങ്ങളൊക്കെ കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. അതിനകത്ത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ, വേറെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ മുതലാളി ഇടപെട്ടെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ഉള്ള കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. അവരൊക്കെയാണ് പിന്നീട് ഇത് നിയന്ത്രിക്കുന്നത്. തന്മൂലം ഇവർക്കിടയിലുള്ള ഈ അന്തഛിദ്രങ്ങൾ അതിങ്ങനെ കുറേശ്ശെയായിട്ട് പുറത്തു വരും. ആ കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മ ഭരണത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യും.